ആശങ്കപ്പെടുത്തുന്നതാണ്. നമ്മൾ രാഷ്ട്രീയമൊക്കെ പറയും, പക്ഷേ രാഷ്ട്രീയത്തിനുമൊക്കെ അപ്പുറം സാധാരണക്കാർക്ക്, പൊതുജനങ്ങൾക്ക് അവരെ ബാധിക്കുന്ന വിഷയം ഈ ഭക്ഷ്യപ്രതിസന്ധിയാണ്. റേഷൻ കടകളിൽ സാധനങ്ങൾ ലഭ്യമാവാതെ വരുന്നതാണ്. സപ്ലൈകോ ഷോപ്പുകളിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാവാതെ വരുന്നതാണ്. നമുക്ക് അത്തരമൊരു സാഹചര്യമുണ്ടോ? ഡാൻ നിൽക്കുന്നിടത്തെ സാഹചര്യം എന്താണ്? അവിടെ ആരുടെയൊക്കെ പ്രതികരണം ഈ വിഷയത്തിൽ നമുക്ക് ലഭ്യമാകുമോ? സൈത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പുളിമൂട് ജംഗ്ഷനിലുള്ള സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിന് മുമ്പിലാണ്. ഇത് വിലവിവര പട്ടികയാണ് മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് ഒരു വർഷത്തോളമായി 13ഓളം സബ്സിഡി ഇനങ്ങൾ ഇവിടേക്ക് എത്തുന്നതിൽ ഗണ്യമായ കുറവുണ്ടാകുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ഔട്ട്ലെറ്റിന്റെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്നത്. നിലവിൽ ഇവിടെ 13 സബ്സിഡി ഇനങ്ങളിൽ ചെറുപയർ മാത്രമാണ് ഉള്ളത്. മറ്റ് ഒരു വിഭവങ്ങളും ഇല്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടർച്ചയായി ഇത് തന്നെയാണ് അവസ്ഥ. അരിയും മറ്റ് പലവ്യഞ്ജനങ്ങളും, പഞ്ചസാരയും വെളിച്ചെണ്ണയും തുവരപ്പരിപ്പും അടക്കം സബ്സിഡി ഇനത്തിൽ ആളുകൾക്ക് നൽകേണ്ട, സാധാരണക്കാർക്ക് നൽകേണ്ട ഒരു സാധനങ്ങളും ഇവിടേക്ക് എത്താത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് എന്ന ഒരു വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട സപ്ലൈകോയുടെ അധികൃതരുടെ ഭാഗത്തു നിന്നടക്കം ലഭ്യമാകുന്നത്. തലസ്ഥാന ജില്ലയിൽ, പ്രത്യേകിച്ച് നഗരത്തിൽ അത്യാവശ്യം സാധനങ്ങൾ കിട്ടുന്ന പുളിമൂട് ഔട്ട്ലെറ്റിൽ സ്ഥിതി ഇതാണെങ്കിൽ മറ്റ് ഔട്ട്ലെറ്റുകളുടെ കാര്യം പറയേണ്ടതില്ല എന്നാണ് അവസ്ഥ. കാരണം അത്തരത്തിലാണ് സാഹചര്യം. ഓണത്തിന് മാത്രമാണ് കുറച്ചെങ്കിലും സാധനങ്ങൾ ഈ ക്രിസ്മസ് ഓണത്തിന് ഈ ഓണച്ചന്തകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് മിച്ചം വന്ന സാധനങ്ങൾ ക്രിസ്മസിന് ഇവിടുത്തെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ച് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ വിൽപ്പന നടത്താൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും പ്രതിസന്ധി രൂക്ഷമായി. ഇവിടേക്ക് സാധനങ്ങൾ തേടി സബ്സിഡി ഇനത്തിൽ സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ആളുകൾക്ക് വെറും കൈയോടെ മടങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് എന്ന വിവരങ്ങളാണ് പുറത്തു പറയുന്നത്. അവിടെയാണ് കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രി GR അനിൽ തന്നെ പറഞ്ഞ കാര്യം അതിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഒരു ക്ഷാമത്തിലേക്ക് പോകുന്നതിന് സമാനമായ സാഹചര്യം ഇപ്പോഴേ ഉടലെടുത്തിരിക്കുകയാണ്. അവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് സാധനങ്ങൾ എത്തുന്നതിലുള്ള കുറവ് എന്നതിനപ്പുറത്തേക്ക് ധനപ്രതിസന്ധി തന്നെയാണ് അതിലേക്ക് നയിക്കുന്നത് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം, ഈ 1731 കോടി രൂപ അത് കൃത്യമായി സപ്ലൈകോയ്ക്ക് വിവിധ വിഭാഗങ്ങളായി അനുവദിച്ചിട്ടുണ്ട് എന്ന് ധനവകുപ്പ് പറയുമ്പോഴും ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിൽ 10 കോടിയുടെ പുതിയൊരു പദ്ധതി മാത്രമാണ് പ്രഖ്യാപിച്ചത് എന്ന വിമർശനമായിരുന്നു CPI-യുടെ മുഴുവൻ ഭാഗത്തുനിന്ന്, പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായത്. അതിനിടയിലാണ് സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഞാൻ 10 മണി മുതൽ ഈ കടയുടെ മുമ്പിലുണ്ട്. ഇവിടേക്ക് 1-2 ആളുകൾ മാത്രമാണ് സബ്സിഡി ഇനത്തിൽ സാധനങ്ങൾ വന്നോ എന്ന് ചോദിച്ച് ഇവിടേക്ക് എത്തുന്നത്. കാരണം സ്ഥിരമായി വരുന്നു, ഇവിടെ സാധനങ്ങൾ ഇല്ല എന്ന അധികൃതരുടെ വിശദീകരണം അവിടെ നിന്ന് മടങ്ങേണ്ട സാഹചര്യം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും ഇവിടുത്തെ ഓഫീസർ ഇൻചാർജ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു. ഇവിടെ എത്ര നാളായി ഇങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കാൻ തുടങ്ങിയിട്ട്? കുറച്ച് നാളായി. നമുക്ക് ഓണം കഴിഞ്ഞതിന് ശേഷം പിന്നെ എത്ര സബ്സിഡി ഇനങ്ങളാണ് ശരിക്കും നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരുന്നത്? നമ്മള് 13 ഐറ്റമാണ് നിലവിൽ അതിലുള്ളത്. അതില് ചെറുപയർ മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നുമില്ല. ഈ അരിയും പഞ്ചസാരയും ഉൾപ്പെടെ എത്ര നാളായി ഇങ്ങനെ കിട്ടാത്ത ഒരു ദൗർലഭ്യം വന്നിട്ട്? നമുക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം കുറച്ച് സാധനമൊക്കെ വന്നായിരുന്നു. പിന്നെ ഇപ്പൊ ഓണം കഴിഞ്ഞിട്ട് പിന്നെ വളരെ കുറവാണ് സാധനങ്ങളൊക്കെ വരുന്നത്. എന്താണ് അതിന്റെ കാരണമെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കാരണം സാമ്പത്തിക പ്രശ്നമാണ്. കാരണം ഈ സപ്ലൈസിനൊക്കെ ക്യാഷ് കൊടുക്കാറുണ്ട്, അതുകൊണ്ട് അവർ സപ്ലൈ ചെയ്യുന്നില്ല എന്നാണ് അറിയുന്നത്. ഈ പ്രതിസന്ധി മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടോ? ഔട്ട്ലെറ്റ് എല്ലാ സപ്ലൈകോയിലും ഉണ്ട്. താങ്കളുടെ പേരെന്താണ്? സന്തോഷ്. ഓക്കെ, അദ്ദേഹം ഇവിടുത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റിന്റെ ചാർജ് ഉള്ള ഓഫീസറാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ സ്ഥിതി നമ്മളോട് പങ്കുവച്ചത്. സമാനമായ സാഹചര്യമാണ് സപ്ലൈകോയുടെ തിരുവനന്തപുരം നഗരത്തിലും മറ്റ് ഗ്രാമമേഖലകളിലുമൊക്കെയുള്ള ഔട്ട്ലെറ്റുകളിൽ ഇത് തന്നെയാണ് സ്ഥിതിയെന്നാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത്. അതായത് സാമ്പത്തിക പ്രതിസന്ധി വലിയ തരത്തിൽ ഈ സപ്ലൈകോയുടെ പ്രവർത്തനങ്ങളെ ഡാൻ വീണ്ടും വേണം. എനിക്ക്